വിദേശ നിക്ഷേപകർ ഫ്യൂച്ചേഴ്സ് കരാറുകൾ വാങ്ങുന്നു. ഓഹരി വിപണിയിൽ തുടർച്ചയായി വിൽപ്പന നടത്തിവന്ന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിൽപ്പനയുടെ തോത് കുറയ്ക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഫ്യൂച്ചേഴ്സ് വിപണിയിൽ അവ കരാറുകൾ വാങ്ങാൻ തുടങ്ങുകയും ചെയ്തു. കഴിഞ്ഞ 4 ദിവസങ്ങൾക്കുള്ളിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ 11,586 കോടി രൂപയുടെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് കരാറുകളാണ് വാങ്ങിയത്. നേരത്തെ സൂചികയിൽ നടത്തിയ ഷോർട്ട് പൊസിഷനുകൾ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കുറച്ചുകൊണ്ടുവരികയാണെന്നാണ് സൂചന. താഴ്ന്ന വിലയിൽ വാങ്ങാമെന്ന പ്രതീക്ഷയോടെ ഉയർന്ന വിലയിൽ വിൽക്കുന്ന വ്യാപാര രീതിയാണ് ഷോർട്ട് പൊസിഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതേസമയം ഉയർന്ന വിലയ്ക്ക് വിൽക്കാമെന്ന് കരുതി വാങ്ങുന്ന വ്യാപാര രീതിയെ ലോങ് പൊസിഷൻ എന്നു പറയുന്നു. മാർച്ച് 13 വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലെ ലോങ് ഷോർട്ട് റേഷ്യോ 0.23 ആയിരുന്നു. അതായത് ഓരോ ലോങ് പൊസിഷനും ഏകദേശം 5 ഷോർട്ട് പൊസിഷൻ എന്നതായിരുന്നു അനുപാതം. അതേസമയം കഴിഞ്ഞ 4 ദിവസത്തെ വിപണിയിലെ മുന്നേറ്റത്തെ തുടർന്ന് ഈ അനുപാതം 0.42 ആയി ഉയർന്നു. അതായത് ഓരോ ലോങ് പൊസിഷനും 2ലേറെ ഷോർട്ട് പൊസിഷൻ എന്നതാണ് ഇപ്പോഴത്തെ അനുപാതം. വിപണി കരകയറ്റം നടത്തിയതോടെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഷോർട്ട് പൊസിഷനുകൾ പലതും അവസാനിപ്പിച്ചു എന്നാണ് ഇത് നൽകുന്ന സൂചന. കഴിഞ്ഞ 4 ദിവസങ്ങൾക്കുള്ളിൽ നിഫ്റ്റിയുടെ 35,901 ഫ്യൂച്ചേഴ്സ് കരാറുകളാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വാങ്ങിയത്. ബാങ്ക് നിഫ്റ്റിയുടെ 31,258 കരാറുകളും മിഡ് ക്യാപ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ 5,338 കരാറുകളും ഈ ദിവസങ്ങളിൽ അവർ വാങ്ങി. ഓഹരികളുടെ നേരിട്ടുള്ള വ്യാപാരം നടക്കുന്ന ക്യാഷ് വിപണിയിൽ കഴിഞ്ഞ 4 ദിവസം 850 കോടി രൂപയുടെ അറ്റ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. അതേസമയം ഇന്നലെ അവ 3,239 കോടി രൂപയുടെ അറ്റ നിക്ഷേപം ക്യാഷ് വിപണിയിൽ നടത്തി. ഇന്നലെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ 3,136 കോടി രൂപയുടെ വിൽപ്പനയാണ് നടത്തിയത്.